ഈ ക്യാനിൽ കാണുന്ന ഒരു പച്ചവെള്ളമാണ്. അതേപോലെ തന്നെ ഈ പച്ചവെള്ളം വിറ്റ് ഏകദേശം ഈ കമ്പനിക്കാർ നേടുന്നത് വർഷം ഏകദേശം 11,000 കോടി രൂപയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. അതേ ഗൈസ്, ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ കമ്പനിയുടെ പേരാണ് ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്നത്. നമ്മളൊക്കെ നാട്ടിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളമില്ലേ, ആ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളത്തിൽ ആ പ്ലാസ്റ്റിക് കുപ്പി അങ്ങ് മാറ്റിയാൽ ഇവർ സെയിൽ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണല്ലേ. സോ ഇവർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നത് ഇത്രയേ ഉള്ളൂ. ക്യാനിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നു, അത് സോൾഡ് ഔട്ട് ചെയ്തു എന്ന് മാത്രമാണ്. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് നെറ്റ്ഫ്ലിക്സിലെ ഒരു കണ്ടൻറ് ക്രിയേറ്ററായ മൈക്ക് സസേർ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരനാണ് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹം വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ, പച്ചവെള്ളം ജസ്റ്റ് ഒരു ക്യാനിലായിട്ട് നിറച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം നാട്ടിൽ കിട്ടുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിൽ പച്ചവെള്ളം കിട്ടുന്നു. ഇത് അദ്ദേഹം വേറൊരു കോൺസെപ്റ്റാക്കി ആ കുപ്പി അങ്ങ് മാറ്റി അവിടെ ഒരു ക്യാന് മാത്രം ആക്കുന്നതാണ്. സോ ഇദ്ദേഹം മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മുടെ ക്ലബിലും അതേപോലെ പബ്ബിലും എല്ലാം ക്യാനിലുള്ള ബീവറേജ് മൊത്തത്തിൽ ഒഴിവാക്കുകയാണ്. സോ ആ ഒരു ക്ലബിൻ്റെ അകത്ത് ബീവറേജ് കാര്യങ്ങളെല്ലാം സെറ്റ് വെച്ചിരിക്കുക, അവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുക. അവർ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ക്യാനിൽ പച്ചവെള്ളം നിറച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഇത് മിനറൽ വാട്ടർ സെറ്റപ്പാണ്. അതേപോലെ തന്നെ വലിയ തുച്ഛമായ വില മാത്രമേ ഇതിനന്ന് അദ്ദേഹം ഈടാക്കിയിരുന്നുള്ളൂ. സോ ഇത് മൊത്തത്തിൽ ഒന്ന് ക്ലിക്കായി ഇവർ വിചാരിച്ച പോലെ തന്നെ ആളുകളും ജസ്റ്റ് ഒന്ന് കൺഫ്യൂസായി. അതേപോലെ തന്നെ ഈ ഒരു ലാബിൽ, അതായത് ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്ന ലാബിൽ വൻ രീതിയിൽ തന്നെ ഹിറ്റാവുകയും ചെയ്തു. സോ അതേപോലെ തന്നെ ഇദ്ദേഹത്തിനൊരു ഐഡിയ ഇവിടെ നിന്ന് ലഭിച്ചതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു ക്ലബ്ബിൽ ഇങ്ങനെ പോവുകയായിരുന്നു. സോ അവിടുത്തെ ഒരു DJ ഒരു ബിയർ ക്യാനിൻ്റെ അകത്ത് ഒരു ബിയർ ക്യാനിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിച്ച് കുടിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുകയും എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ആളുകളെ ജസ്റ്റ് ഒന്ന് പറ്റിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ആ ഒരു സെയിം ഐറ്റം അദ്ദേഹം തൻ്റെ ബിസിനസ് കരിയറിൽ എടുത്ത് വെച്ച് ഉപയോഗിച്ചു. അത് വൻ രീതിയിലുള്ള ഹിറ്റായി. സോ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന ഒരു വിധത്തിലുള്ള മിനറൽ വാട്ടർ കമ്പനീസുകാർ മാക്സിമം ചെയ്യുന്നത് വെള്ളം കൊടുക്കുന്നു, ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്. പക്ഷേ അവർ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ്. സോ ആ ഒരു പ്ലാസ്റ്റിക് നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഇദ്ദേഹം ചെയ്തത് ഈ ഒരു ക്യാനാണ്. ഇതൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി, ക്രഷ് ചെയ്ത് ഡസ്റ്റിന് കിട്ടുക. അതേപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിൽ അവിടെ റീസൈക്ലിംഗ് വളരെ കൂടുതലാണ്. സോ അതും ഒരു പോസിബിലിറ്റി എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ബിസിനസ് തുടങ്ങിയതും. ഇദ്ദേഹം വിചാരിക്കാത്ത രീതിയിൽ തന്നെ വൻ രീതിയിലുള്ള ഹിറ്റാക്കി മാറുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, അവിടുത്തെ ആളുകളുടെ ആഡംബരമായിട്ടുള്ള ജീവിതം, അതേപോലെ തന്നെ താൻ മറ്റവരിൽ നിന്നും വെറൈറ്റി ആയിട്ട് കാണിക്കാനാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടം. സോ അവർ ഈ ഒരു ക്യാൻ വാങ്ങിച്ച് വെള്ളം കുടിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ആ ക്യാനിൻ്റെ അകത്ത് വേറെ എന്തോ വലിയ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് ഈ ഒരു ക്യാൻ വാങ്ങിക്കാൻ തുടങ്ങും. അവിടെയും ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് വളരെ വലുതായിരുന്നു. അവിടെയും ഇദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഈ ഒരു ലിക്വിഡ് ഡെത്ത് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഏകദേശം $130 മില്യൺ ഒരു വർഷം ടേൺ ഓവറായിട്ട് വരുന്നത്. സോ ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും. ഞാൻ നേരത്തെ പറഞ്ഞത് 11,000 കോടി എന്ന് പറയുന്നത് വളരെ ചെറുതൊരു എമൗണ്ട് തന്നെയായിരിക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ ബിസിനസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യണമെങ്കിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് പിടിച്ചൊരു സംഭവമാണ്. കാരണം ഇത് ഇന്ത്യയാണ്, ഫോറിൻ കൺട്രീസ് അല്ല. ഒരുപാട് രീതിയിലുള്ള ബിസിനസ് സ്ട്രാറ്റജി യൂസ് ചെയ്താലേ ഈ ഒരു വാട്ടർ ബിസിനസ് ഇവിടെ ക്ലച്ച് പിടിക്കുകയുള്ളൂ. ഈ ഒരു വാട്ടർ ബിസിനസ് അല്ല എല്ലാ ബിസിനസ്സും. കാരണം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നൊരു തിങ്കിങ്, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു മൈൻഡ് സെറ്റ് എടുത്ത് നമ്മളെ ബിസിനസ്സിൽ പ്രയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ബിസിനസ് അവിടെ വളരാൻ ചാൻസ് ഉള്ളൂ. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. അതിപ്പോൾ തന്നെ വാട്ടർ ബിസിനസ് അല്ലെങ്കിൽ ഓരോരോ ബിസിനസ്സുമായിട്ട് പറഞ്ഞു നിങ്ങളെ കൂട്ടാനും കൂടെ ഷെയർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അയച്ചിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. അത് മിസ്സായിരിക്കാൻ നിങ്ങളും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മികച്ച നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണും വരേക്കും വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.